എന്തിനാണ് എപ്പോഴും അതിനെ കൊണ്ട് നടക്കണ? അതൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. ഓഫ് ചെയ്ത് വെക്കാൻ ഇതെന്താ മെഷീനാ? ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിനക്ക് പാട്ട് കേൾക്കണം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേലെയാണ് സിറ്റുവേഷൻ. വിളിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞാലോ? നോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സഡൻലി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബി എ ഷോക്ക്. പറഞ്ഞേ മനസ്സിലാക്കണം. പാപ്പാക്ക് മനസ്സിലാകും. പാവാണ്. We should be with him always. Hi, Kunyappan. ഇത് റോബർട്ടാ? എൻ്റെ സുഹൃത്താണ്. Thank you. മിസ്റ്റർ ഭാസ്കരൻ, ഒരു രഹസ്യം പറയാനുണ്ട്. എന്ത് രഹസ്യം? മിസ്റ്റർ ഭാസ്കരൻ മക്കളോട് പോലും പറയാത്ത കാര്യമാണ്. കക്കൂസ് പോകാനായിട്ട് ഗുഡ് ബൈ സുബ്രഹ്മണ്യൻ. ഇതാന്ന് ഞാൻ പറഞ്ഞത്. ഇരി പോയിട്ടുണ്ട്. 30-35 വർഷമായിട്ട് എൻ്റെ കയ്യിലൊരു നൂല് പോലും കിട്ടി തന്നിട്ടില്ല. കുഞ്ഞപ്പൻ്റെ ജാതകം വരെ എഴുതിച്ചു. അല്ല, മാമനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ പ്രായത്തിൽ കളിക്കാൻ കൊടുക്കേണ്ട സാധനം നീ വാങ്ങിച്ചു കൊടുത്ത്. എനിക്ക് ദാഹിക്കുന്ന ബാബു. നീല ഇപ്പൊ കുടിച്ച് പ്രതികാരദാഹം നായി. ആ കുഞ്ഞപ്പനെ ഞാൻ കൊല്ലും. ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തോ ഒഴുത്തിട്ട് വരും. ഞാൻ പയ്യന്നൂരിത് പോയി. ആ വീട് അവര് പൊളിച്ചു പടിയാന്ന്. പെട്ടെന്നായിട്ട് പറയാൻ പറ്റിയില്ല. പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കുന്ന അറിയാ. കുഞ്ഞപ്പ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചുപ്പനും ആ ഹിഡിമ്പിയും ആ എന്തേലും ആവട്ടെ, നിന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഇവിടെ വന്നത് എന്തിനാന്ന് അറിയില്ല. ഹായ്. നീ എന്നാക്കുന്നു? ഇന്നുതിൽ ഞാനാ ഭക്ഷണം ഉണ്ടാക്കുന്ന. ഭക്ഷണം മാത്രമല്ല, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കാൻ പോകുന്നത്. നിനക്ക് 1/2 ഗ്ലാസ് ചായ വേണം. അര ഗ്ലാസ് എന്നല്ലേ പറഞ്ഞത്? അച്ഛന് വേണ്ടത് കുടിച്ചാ പോരെ? വേണ്ടതല്ലേ ചോദിച്ചത്, അത് തന്നാ പോരെ? എങ്ങോട്ടാ? കുളിക്കണം. അതിന് എന്തിനാ? പിന്നെ ഒറ്റയ്ക്കാ പോണ്ടത്? ആടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ? ഞാൻ വന്നോളാം.
നീ ഇടുന്നാ മതി. അകത്ത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അരകല്ലപ്പുറത്തുണ്ട്. നന്നായിട്ട് അരയണം, എന്നാലും രുചി ഉണ്ടാവും. കടുക് നന്നായിട്ട് പൊട്ടണം, കരിയാതെ നോക്ക്. വാ. സുബ്ബു എങ്ങോട്ടാ അച്ഛൻ്റെ പുര? ഞാനൊന്ന് കുളിക്കാൻ, ഇവനെന്റെ തല ഓർത്താൻ. എന്തേ? ഒന്നുമില്ലപ്പാ, വെറുതെ വെച്ചതാ. അച്ഛൻ ശരിക്കും നാണം കൃത്യം പറഞ്ഞില്ലേ? നാണക്കേടാ. അങ്ങനെയാണെങ്കിൽ 10-12 കൊല്ലം നിന്റെ തല ഓർത്ത് ഞാൻ നാണം കെട്ടി ചത്തുപോണമായിരുന്നല്ലോ. ആഴ്ചക്കാഴ്ചക്ക് പുതിയ പുതിയ റോബോട്ടിനെ വാങ്ങിക്കാൻ അയ്യാക്ക് ഇടുന്ന ഈ പൈസ. റോബോട്ടിന് ലീവാണല്ലേ? ഇതാരുണ്ടാക്കിയെന്നാ പറഞ്ഞു? ടോമി, ഞാൻ പൊട്ടനെന്നാ നീ വിചാരിച്ചത്? കഴിഞ്ഞ 3-4 മാസമായിട്ട് ആ ഇരുമ്പും കഷ്ണം എന്നെ നോക്കുന്നത്. സകല തെറിയും കേട്ടിട്ട് എനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നത്, കുളിപ്പിച്ചത്, ചിരിപ്പിച്ചത്, പറയുന്ന അനുസരിക്കാൻ അല്ലാതെ മറുത്തൊന്നും സംസാരിച്ചിട്ടില്ല. എന്നെ പേടിപ്പിച്ചിട്ടുമില്ല ഇതുവരെ. ഓനെ കുഞ്ഞിനെ പോലെ നോക്കണം, എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് നീ റഷ്യയിലും അമേരിക്കയിലും ഒക്കെ പോയ സമയത്ത് ഈടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഓനും ഇവിടെ ഉണ്ടായുണ്ട. ഓൻ നിനക്ക് അലക്കാനും വെക്കാനുമുള്ള മെഷീനായിരിക്കും, എനിക്കത് മോനാന്ന്. ഓൻ പോയാൽ ഏറ്റവും നിൽക്കോ? നീ നിൽക്കോ? ആ കുടത്തിൽ കിടക്കുന്ന നിന്റെ അമ്മയുടെ ചാരം ഒന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പുറകെ നടന്നിട്ട് എത്ര കൊല്ലായി? അതിന് നേരമില്ലാത്ത നീയാന്നാ എന്നെ നോക്ക ഇവിടെ വന്ന് നിൽക്കുന്ന? ഇനി അഥവാ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നാൽ തന്നെ ഞാനൊന്ന് കിടന്നുപോയാൽ എൻ്റെ തീട്ടം കോരാൻ നിനക്ക് പറ്റൂല. ഉടനെ അടുത്ത കർത്തേണി വരും. ഒന്ന് അടുത്തിരുന്ന് മിണ്ടാനും പറയാനും വേണ്ടിയിട്ടാ ചെസ് കളിക്കാൻ വിളിക്കുന്നത്. അതിന് നിനക്ക് കരയാൻ പറഞ്ഞല്ല, നിനക്ക് പകരാകാൻ ഓനാവൂല, ഓന് പകരാകാൻ നിനക്ക്. അച്ഛത്തെ വേളം വെച്ചാലും ശരി, അതിനെ തിരിച്ചു കൊടുക്കണം. 4 മാസത്തേക്ക് തന്നു വിട്ടണം അതിനെ. ഇനി വെക്കാൻ പറ്റില്ല. ഗവൺമെന്റ് സമ്മതിക്കൂല, കമ്പനി സമ്മതിക്കൂല, എനിക്ക് അതിനുള്ള പെർമിഷനും ഇല്ല. ഇതുപോലുള്ള ബാക്കി റോബോട്ടൊക്കെ തകരാറിലായി. ഇത് ഉറപ്പായിട്ട് അച്ഛനെ അമർപ്പെടുത്തു വെച്ചാ. ലോകത്ത് എത്രയെടുത്ത് മക്കൾ അച്ഛന്മാരെ കൊല്ലുന്നുണ്ട് എന്ന് വെച്ചാൽ അച്ഛന്മാരും മക്കളെ ഉണ്ടാക്കാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? വീടിൽ പണിക്കൂടുന്നത് ഈ സാധനമാണ് അച്ഛനെ വലുത്.
ഏത് സമയത്താണ് അച്ഛൻ മൈൻഡ് ആയിരുന്നിട്ടുള്ള? എപ്പോഴാണ് അച്ഛന്റെ പ്രശ്നം നോക്കാനിട്ടുള്ള? ഇവിടെ അച്ഛനോട് ചൊറിയും കുത്തിക്കാലത്ത് എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഇയാൾ പോക. ഇത് ഉറപ്പായിട്ട് അച്ഛനെ കൊല്ലു വെച്ചാ. ഓൻ എന്നെ ഒന്നും ചെയ്യൂല. അത് നിങ്ങളുടെയൊക്കെ തോന്നലാന്ന്. പാപ്പാ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ആരൊക്കെയോ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്തു വിട്ട ഒരു സാധനമായത്. നമ്മൾ മനുഷ്യരെ പോലെയല്ല. നമ്മൾ അങ്ങനെ തന്നെ അല്ലേ? ആരോ പ്രോഗ്രാം ചെയ്ത് വിട്ടവര്. ഞാനതിനെ തലയിലെഴുത്തെന്ന് പറയും. നിങ്ങൾ അതിനെ പ്രോഗ്രാമോ എന്ത് കുന്താന്ന് വെച്ചാൽ വിളിച്ചോ. എല്ലാം കളഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അച്ഛനെ നോക്കാനാണ്. അതിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നെ പോലീസ് പിടിക്കുന്നത് കേസാവും. അച്ഛൻ എന്താ വിചാരിച്ച ഞാൻ അച്ഛനെ കൂടെ നിൽക്കണമെന്നല്ലേ? ഇങ്ങനെ എവിടെ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ. സമയം 7:30. താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. When are you coming back? He's not willing to give it back. Check your email. Shut the machine off immediately. His father is in danger. അച്ഛാ, അച്ഛാ, ടിക്കറ്റ് എടുത്താണോ? ആ കുഞ്ഞപ്പനും കാണുന്നില്ലല്ലോ. ഈ വേഗം വന്നാ ഞാൻ ഇന്നലെ രാവിലെ കണ്ടിന് അച്ഛനും മോനും കുളിക്കാൻ പോകും. എടാ നീ സുബ്രഹ്മണ്യം വിളിക്കണ? രാവിലെ ബൈക്കായിട്ട് പോയതാ, ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അടുക്കുമല ചാമട്ടിക്ക ഇറങ്ങാനുള്ള ഇറങ്ങണേ. ബാങ്കി കളവനി കിണറ്റാനും വീട്ടുണ്ടാവോ? പഞ്ചായത്ത് കാണാറില്ലേ? വെള്ളമില്ലാത്ത മൂടിയാണ്. വെള്ളമില്ലെങ്കിൽ ഇത് കിണറില്ല, കുഴി. എന്താ വരുന്നില്ലേ? രാത്രി അങ്ങ് നല്ല സുഖം തന്നെ. ടോർച്ചും പന്തലായിട്ട് നമുക്ക് പരുത്താൻ പറ്റിച്ച്. ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് സെർച്ചിങ്ങിന് ഒരു സുഖമില്ല. ആ നിങ്ങൾ പോട്, ഞാൻ വരാം. ഇവിടെ ഒരു ഈച്ച പോലും കാണുന്നില്ലല്ലോ. A call from Subramanian.
Calling facility disabled.